ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് OS 10.4ൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ 10.4 അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസിന് എല്ലാത്തിനും നമുക്കിപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ആപ്പിൾ വാച്ച് നമ്മുടെ ആപ്പിൾ വാച്ച് ഞാനിപ്പോൾ കിട്ടിയെന്ന് നിങ്ങൾ കണ്ടായിരിക്കും. ഞാനത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യും പ്രിപ്പയറും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ചേഞ്ചസും സംഭവങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ചേഞ്ച് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 9 അതുപോലെ തന്നെ അൾട്രാ 2 റീസെന്റ് ഒരു ഫോൾസ് ടെസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഗോസ്റ്റ് ടച്ച് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് ചില സ്വൈപ്പും ടാപ്പും ചെയ്യുന്നൊന്നും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇഷ്യൂ ഈ അപ്ഡേറ്റിൽ ആക്ച്വലി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആപ്പിൾ പേ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ OS കൂടെ നമുക്ക് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് കൂടെ നമുക്കിപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസിലൊക്കെ എന്താ പറയുക അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അതായത് എനേബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി നോട്ടിഫിക്കേഷനൊക്കെ ഫുള്ളി നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പിൾ വാച്ച് കൂടെ തന്നെ കാണാൻ പറ്റൂല. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും മെസ്സേജും സംഭവങ്ങളൊക്കെ വരുന്ന സാധനം നമുക്ക് ഫുള്ളായിട്ട് ടാപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ സൈഡിൽ തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റൂല. അതാണ് മെയിൻ ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിക്സസ് ആൻ ഇഷ്യൂ ദാറ്റ് പ്രിവെന്റ്സ് കോൺടാക്ട് ഫ്രം സിൻക്രണൈസിങ്, അതായത് കോൺടാക്ട് സിൻക്രണൈസേഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നതും ഈ അപ്ഡേറ്റ് കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റിന്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ 750 MB ഒക്കെ ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും വാച്ച് OS 10.4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വാച്ച് OS ഞാൻ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കിതിന് ഇത് ആക്ച്വലി ഇനി അപ്ഡേറ്റ് ചെയ്ത് കയറണമെങ്കിൽ നമ്മുടെ വാച്ച് ചാർജറിൽ വെക്കണം, എന്നാലും അത് കയറുള്ളൂ. അങ്ങനെ ഇവർക്കൊരു ഫീച്ചർ ഉണ്ട്. നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജിങ് മോഡിലാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സെറ്റിംഗ്സ് ഇവരിലുണ്ട്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഇതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 80% ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. എന്നിട്ടും നമ്മൾ ചാർജറിൽ വെക്കണം എന്ന് പറയുമ്പോൾ ഒരു പരിപാടിയാണ്. അതൊരു സെക്യൂരിറ്റി പണിയാണെന്ന് വെച്ചാൽ നമുക്ക് അത് കറക്റ്റായിട്ട് അങ്ങനെ അത് ഇപ്പോൾ ചാർജ് നമ്മുടെ ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ നമുക്ക് അങ്ങനെ റെഗുലേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇടയിൽ വെച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പണി കിട്ടല്ലോ. പക്ഷേ 10-20% ചാർജ് ഉണ്ടായിട്ടും പിന്നെയും ചാർജറിൽ വയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഞാൻ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്, സാംസങ്ങിൻ്റെ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, സാംസങ് വാച്ച് തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ മെയിൻ ഫോൺ നമ്മുടെ ഐഫോൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആപ്പിൾ വാച്ചാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ S23 ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പിൾ വാച്ച് ഉണ്ട്. ഇപ്പോൾ ഞാൻ കറണ്ടിൽ ഇത് ഉപയോഗിക്കുന്നില്ല, വൈഫാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളതും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്കിപ്പോൾ നമ്മുടെ എന്താ പറയുക BP മോണിറ്ററും അതുപോലെ തന്നെ ECG സംഭവങ്ങളൊക്കെ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിൽ ഇതുവരെയായിട്ട് എനേബിൾ ആയിട്ടില്ല. അപ്പോൾ അതൊരു മോശം പരിപാടി തന്നെയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ഡിവൈസിൽ മാത്രം അവരിലുള്ളത്, വാച്ച് 9 മാത്രമല്ല, അൾട്രയിലൊക്കെ ഉള്ളൂ. അതൊരു 10-40,000 കൊടുത്തിട്ട് ഇതിലില്ല എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക കോൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ബാക്കിയെല്ലാം നല്ല സ്മൂത്ത് സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ അപ്ഡേറ്റ് വരാൻ മുമ്പ് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്താണ്. ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ചസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാൾപേപ്പറിൽ സംഭവങ്ങളൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നമ്മുടെ മെനു ചേഞ്ചസിനും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം ബട്ടർ സ്മൂത്ത് തന്നെയാണ്, വേറെ ഇഷ്യൂകളൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് സാംസങ് വാച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ മിസ്സിംഗ് ആണ്. ഈ പ്രൈസ് കൊടുത്തിട്ട് മിസ്സിംഗ് ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രോബ്ലം. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് പോലും നമുക്ക് ഈ ഫീച്ചേഴ്സ് കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഒരു വാല്യൂ തരാത്തൊരു സംഭവം. അത് ഇവരെ ആപ്പിൾ എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അപ്ഡേറ്റ് ആവട്ടെ, അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നോക്കാം, എന്തെങ്കിലും പുതിയ ഫീച്ചർ വരുമെന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങളൊരു ആപ്പിൾ വാച്ച് യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലേറ്റസ്റ്റിൽ നമുക്ക് 17.4 അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ഫോണിലും സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് വാറണ്ടി ഉള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇപ്പോൾ കുറേ ഡിവൈസുകൾ ബ്രിക്ക് ആവുന്നുണ്ട്. നമ്മുടെ റീസെൻ്റ്ലി OnePlus ഇഷ്യൂ ഉണ്ടായിരുന്നു, റെഡ്മിനൊക്കെ ഉണ്ടായിരുന്ന ഇഷ്യൂ ഒക്കെ ഇപ്പോൾ ആപ്പിളിനും ഉണ്ട്. ഇപ്പോൾ പ്രീമിയം ഡിവൈസ് ആകുന്ന ഒരു കാര്യമില്ല, ഇപ്പോൾ തനി കൂതറ തന്നെയാണ്. ഇപ്പോൾ അതും എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് വാറണ്ടി ഉള്ള ഡിവൈസുകൾ ഇഷ്ടംപോലെ ഐഫോൺസ് അടക്കം ഡിസ്പ്ലേ അടിച്ച് പോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ ഇഷ്യൂ നമ്മുടെ വാച്ചിന് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ. അണ്ടർ വാറണ്ടി ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് നമ്മളൊരു സേഫ് മോഡിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ ഇപ്പോൾ ഇതും സേഫ് ഒന്നല്ല കേട്ടോ. അത്ര അധികം കാശ് കൊടുത്തിട്ടും സേഫ് ഒന്നല്ല. അതാണ് നല്ല വിറ്റ് പരിപാടി. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.